ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടും തന്നെ എണ്ണ പിടിക്കാത്ത നല്ല ക്രിസ്പിയും രുചിയുമുള്ള പൂരി ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവയും ഉപ്പും ചേർത്ത് 1 കപ്പ് തിളപ്പിച്ച വെള്ളവും ഉപയോഗിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കുക. നല്ലവണ്ണം മാവ് കുഴക്കണം. പക്ഷേ ചപ്പാത്തി മാവ് കുഴക്കുന്നതിൻ്റെ അത്ര സോഫ്റ്റ് വേണ്ട. 2 കപ്പിന് 1 കപ്പ് വെള്ളം എന്ന നിലയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമേറിയാൽ ചപ്പാത്തിയിൽ കൂടുതലായി എണ്ണ പിടിക്കും. മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ പുരട്ടി ചപ്പാത്തി മാവിൻ്റെ ചുറ്റും തേച്ച് പിടിപ്പിക്കുക. പാത്രം മൂടി വെച്ച് 15 മിനിറ്റ് വരെ സോഫ്റ്റ് ആവാൻ വെക്കുക. ഇതിൻ്റെ ഇടയിൽ പൂരിയും കൂട്ടി കഴിക്കാൻ ബാജി തയ്യാറാക്കാം. ബാജിയുടെ വീഡിയോ വേറെ ഇടുന്നതാണ്. 15 മിനിറ്റിന് ശേഷം ഒന്നുകൂടി കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കുക. അതിൻ്റെ ഇടയിൽ ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ചെറിയ ബോളുകളാക്കിയ ചപ്പാത്തി പരത്തിയെടുക്കാം. നിങ്ങൾ പ്രസ്സുമലാണ് പരത്തുന്നതെങ്കിൽ പ്രസ്സിൽ കുറച്ച് ഓയിൽ തേച്ചതിനു ശേഷം പരത്തുക. കൈകൊണ്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് പരത്താം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോ പൂരിയായി പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ലവണ്ണം ചൂടായിരിക്കണം. പൂരി ഇടുമ്പോൾ ഫ്ലെയിം പറ്റ കുറയ്ക്കാനോ നല്ലവണ്ണം കൂട്ടാനോ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എണ്ണ നല്ലവണ്ണം പിടിക്കാൻ സാധ്യതയുണ്ട്. പത്തിരി പരത്തുമ്പോഴും കുറച്ച് കട്ടിയിൽ പരത്താനും ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് നേരം പരത്തി വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താലും പൂരി നന്നാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പൂരി നല്ല ഗോൾഡൻ കളർ കിട്ടണമെങ്കിൽ കുഴക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കുഴച്ചെടുത്താൽ മതി. നല്ല ക്രിസ്പിയും ഒട്ടും തന്നെ എണ്ണയും പിടിക്കാത്ത നമ്മുടെ പൂരി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.